ഈ കാലഘട്ടത്ത് ജെൻസി ജനാൽഫ പോലുള്ള കുട്ടികൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വൈബ് എന്ന് പറയും. വൈബ്, ഗുഡ് വൈബ്, ബാഡ് വൈബ്, നമ്മളൊക്കെ ഒരു സെയിം വൈബാണ് ബ്രോ എന്നൊക്കെ പറയും. ആക്ച്വലി എന്താണ് ഈ വൈബ് എന്ന് പറയുന്നത്? അതായത് ഞാനും എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളും ഞങ്ങൾ തമ്മിൽ ഒരു സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബിഹേവിയർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സെയിം വൈബ് ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഞാനും അങ്ങനെ ഒരാളാണ്, എക്സ്ട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും, സെയിം വൈബ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ ഭയങ്കര സോളോ ട്രിപ്പ് പോകുന്ന ഒരാളാണ്, ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്, ഞാനും അങ്ങനെ ഒരാളാണ്, സോളോ ട്രിപ്പ് പോകുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ ഞങ്ങൾക്ക് ഒരു സെയിം വൈബ് ഫീൽ ചെയ്യും. സിമിലാരിറ്റീസ് ആണ് ഈ വൈബ് എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പം ഈ വൈബ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എല്ലാ ഏരിയയിലും കണക്റ്റഡ് ആണ്. റിലേഷൻഷിപ്പിലാണെങ്കിലും, കരിയറിലാണെങ്കിലും, ഹെൽത്തിലാണെങ്കിലും, ഗോൾസ് ഇലക്ഷനുകളിലാണെങ്കിലും എല്ലാത്തിലും കണക്റ്റഡ് ആണ്. എങ്ങനെയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അധികം മുന്നേ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ ഈ വൈബ് എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ഫുൾ ഫോം വരുന്നത് വൈബ്രേഷൻസ് എന്നാണ്. അതായത് നിങ്ങൾ മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ല, ഒരു പൊസിഷനിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പൊസിഷനിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ടേബിളാണെങ്കിലും, ചെയർ ആണെങ്കിലും, എന്ത് വസ്തു എടുത്ത് നോക്കിയാലും ജീവനുള്ളതോ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പൊസിഷനിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, നമ്മുടെ സെൻസസിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത് അറിയാൻ പറ്റില്ല. അതിന് നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിച്ച് മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ വൈബ്രേഷൻ ചെയ്യുന്നുണ്ടോ എന്ന്. നമ്മുടെ മനുഷ്യൻ്റെ ശരീരം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ECG സ്കാനിങ് നടത്തൂലേ നമ്മുടെ ഹോസ്പിറ്റലിൽ, അല്ലെ, ഹാർട്ടിൻ്റെ വേരിയേഷൻ അറിയാനായിട്ട്. എന്തുകൊണ്ട് എങ്ങനെയാണ് ആ റീഡിങ്സ് കിട്ടുന്നത്? ആക്ച്വലി നമ്മുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ റീഡിങ്സ് ആണ് ആ റിപ്പോർട്ടായിട്ട് വരുന്നത്, നമ്മുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നത്. അത് നോക്കിയിട്ടാണ് ആ ഡോക്ടേഴ്സ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റേഡിയോ എങ്ങനെ വർക്ക്, പണ്ടത്തെ റേഡിയോസ് കണ്ടിട്ടുണ്ടോ? അതായത് അതിനകത്ത് 2 ബട്ടൺ ഉണ്ടാവും, ട്യൂണിങ് ബട്ടണും വോളിയം ബട്ടണും, അല്ലേ? ഈ ട്യൂണിങ് നമ്മുടെ ഭാഷയിൽ ട്യൂണിങ് എന്ന് പറയും. ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ട്യൂൺ ചെയ്യുമ്പോഴത്തേക്കും അവിടെ വൈബ്രേഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ട്യൂണിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ചാനൽ മാറ്റുമ്പോഴത്തേക്കും. അപ്പോൾ ഒരു സെക്കൻഡിൽ ഇത്ര വൈബ്രേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ അതാണ് ഈ 93.5, 96.5 എന്ന് പറയുന്നത് എല്ലാം ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ട്യൂണിങ് തിരിക്കുമ്പോഴത്തേക്കും വൈബ്രേഷൻ മാറുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതായത് മെയിൻ സ്റ്റേഷനിൽ നിന്നുള്ള ചാനലും, അതായത് അവിടെ നിന്നുള്ള മെയിൻ ബ്രോഡ്കാസ്റ്റിൽ നിന്നുള്ള ചാനലും നമ്മുടെ ഇവിടുത്തെ റേഡിയോയുടെ വൈബ്രേഷനും സെയിം ആണെന്നുണ്ടെങ്കിൽ, അവിടുത്തെ വൈബ്രേഷനും ഇവിടുത്തെ വൈബ്രേഷൻ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചാനൽ കണക്ട് ആവും. സെയിം വൈബ്രേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്കത് ചാനൽ കണക്ട് ആവും. അതായത് ഞാനും ഒരു വ്യക്തി തമ്മിലുള്ള വൈബ്രേഷൻ സെയിം ആണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ റേഡിയോ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊബൈൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ നമ്പർ ഡയൽ ചെയ്യുന്നല്ല പറയാം. നമ്മൾ ഓരോ നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്പർ ഡയൽ ചെയ്യാന്ന് പറയും. ആക്ച്വലി അവിടെ സയന്റിഫിക്കലി എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വൈബ്രേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോഴും വൈബ്രേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ നമ്പറിനൊരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷനും ഞാനിവിടെ ഡയൽ ചെയ്യുമ്പോഴുള്ള വൈബ്രേഷനും സെയിം ആണെന്നുണ്ടെങ്കിൽ ആ കോള് കണക്ട് ആവും. അങ്ങനെയാണ് ആ കോൾ കണക്ട് ആകുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഗോൾസും നിങ്ങളുടെ ലക്ഷ്യങ്ങളും. അതായത് ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ റേഡിയോ ആയിട്ട് കമ്പയർ ചെയ്യാം. ഞാൻ പറഞ്ഞു ട്യൂണിങ് ചെയ്യുമ്പോഴാണ് വൈബ്രേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ട്യൂണിങ് എന്താ? ആക്ച്വലി നമ്മുടെ ട്യൂണിങ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബോഡി വൈബ്രേഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? നമ്മുടെ ഒരു കളക്ഷൻ ഓഫ് തോട്ട്സ് ആണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഗോളിന് ഒരു ഫ്രീക്വൻസി ഉണ്ടെന്ന് വിചാരിക്കുക, വൈബ്രേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. 100 ആണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് വിചാരിക്കുക. അപ്പം ഞാനിവിടെ 50-ൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സെയിം വൈബ്രേഷനിലേക്ക് എത്താൻ പറ്റാത്തത്? എനിക്ക് സംശയമുണ്ട് എൻ്റെ ഗോൾ എത്തുമെന്നുള്ളത്. എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് എപ്പോഴും സംശയമാണ്, എനിക്ക് പേടിയാണ്. അപ്പോൾ നമ്മുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു 50 ഫ്രീക്വൻസിയിലാണ്. 100-ലായാൽ മാത്രമേ നിങ്ങൾ ഗോൾ ലക്ഷ്യത്തിൽ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ 100-ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി വൈബ്രേഷൻ മാറണം. എങ്ങനെ മാറണം? നിങ്ങളുടെ ചിന്തകൾ മാറണം. ഞാൻ എന്തായാലും ഗോൾ അച്ചീവ് ചെയ്തിരിക്കും, ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ ഡെയിലി ആക്ഷൻസ് എടുക്കും, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ഫ്രീക്വൻസി സെയിം ആവും. നിങ്ങൾ ആഗ്രഹിച്ച ഗോള് നിങ്ങൾ എത്തുകയും ചെയ്യും. അതായത് നിങ്ങളുടെ ഗോളിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്, അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ട്, നിങ്ങളുടെ ബോഡിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ രണ്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഗോള് നിങ്ങൾ കണക്ട് ആവും. നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് ആക്ച്വലി ഓൾറെഡി നിങ്ങളുടെ ചുറ്റും ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് ലഭിക്കുന്നില്ല? നമുക്ക് ആഴത്തിലുള്ള വിശ്വാസമില്ല, നമുക്ക് കോൺഫിഡൻസ് ഇല്ല. ഞാൻ അച്ചീവ് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗോള് ചിലരെ സംബന്ധിച്ച് വൈകുന്നതിൻ്റെ മെയിൻ റീസൺ ബിക്കോസ് നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. സയൻറ്റിഫിക്കലി പറയുവാണെങ്കിൽ വൈബ്രേഷൻ സെയിം അല്ല, അല്ലെങ്കിൽ ഫ്രീക്വൻസി സെയിം അല്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ ഗോൾ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈബ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. സെയിം വൈബ് ആണെങ്കിൽ, സെയിം വൈബ്രേഷൻ ആണെങ്കിൽ നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്തിരിക്കും.